it's me Marina Joby. Again, welcome back to Thoran Spices. Thoran Spices പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മീൻ തോരൻ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 350 ഗ്രാം മീൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കാം. പക്ഷെ കുറച്ചും കൂടി ഫ്ലഷി ആയിട്ടുള്ള മീൻ എടുക്കുകയാണെങ്കിൽ കാണാനും നല്ല ഭംഗിയുണ്ടാവും തോരൻ റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതേപോലെ തന്നെ കുറച്ചും കൂടി ടേസ്റ്റും ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് കയ്യിലുള്ള ഏത് മീനാണോ അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ തോരൻ റെഡിയാക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് അടപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മീൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലോട്ട് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനകത്തോട്ട് നമുക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ മീൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മീനൊന്ന് വേവിച്ചെടുക്കാം. ഭയങ്കരമായിട്ട് മീൻ കുഴഞ്ഞ് പോവേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി, നമുക്കൊന്ന് ഉടയ്ക്കാനുള്ള പാകത്തിന്. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാൻ പോവാണ്. മൂടി വെച്ച് വേവിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ മീനൊന്ന് തിരിച്ചിട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ മൂടി വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് വെള്ളം ഉണ്ടോ എന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. 2 സൈഡും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയ ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം ചെറുതായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറിയിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ തോരൻ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് തോരനായതുകൊണ്ട് ചേർക്കുന്നുണ്ട്. ഇത് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 25ഓളം ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഇതിനകത്തോട്ട് ഒരു 2 പച്ചമുളക് ചതച്ചതാണ്. ഞാനൊരു 2 പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് എരിവിനായിട്ട് മെയിനായിട്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഇതിനകത്തോടെ ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഓൾറെഡി മീനിൽ ഉപ്പിട്ട് വേവിച്ചതാണ്, അതുകൊണ്ട് ഒരു അല്പം ഉപ്പ് ഇതിനകത്തോട് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി കളറൊക്കെ മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉള്ളി മുളകൊക്കെ നന്നായിട്ട് മൂത്തതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1/2 കപ്പ് ചിരണ്ടിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 1-2 മിനിറ്റിനൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ തേങ്ങ ഇട്ടതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുത്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വലിയ മുള്ളുകളൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഈ മീൻ ഇതിനകത്തോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റോളം നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും, ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒരു അല്പം കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുകയാണ്. അപ്പോൾ ഇത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമുക്കിത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മീൻ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.